വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കിയ പോലീസിന്റെയും സർക്കാരിന്റെയും പ്രോസിക്യൂഷന്റെയും അനാസ്ഥയ്ക്കെതിരെ ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ജവഹർ ഭവനിൽ നിന്ന് ഉളിക്കൽ ടൗണിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനവും ധർണയും PC ഷാജി ഉദ്ഘാടനം ചെയ്തു. ടോമി മൂക്കനോലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചാക്കോ പാലക്കലോടി, ബേബി തോലാനി, അഡ്വക്കേറ്റ് TI ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ കേവലം 6 വയസ്സു മാത്രം പ്രായമുള്ള മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത പ്രതി, ആ പ്രതിയെ ശിക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളുടെ പരാജയത്തെ തുടർന്ന് ആ പ്രതി കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ശ്രവിച്ചത്. ആ പിഞ്ചു ബാലികയുടെ അതിക്രൂരമായ പീഡനവും കൊലപാതകവും കേരളത്തിന്റെ ജനമനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. ആ പ്രതി നാട്ടിൽ അറിയപ്പെടുന്ന DYFIയുടെ പ്രവർത്തകനും നേതാവുമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറിയിട്ടുള്ളത്. കേസ് അന്വേഷിച്ച പോലീസ് പ്രതിക്ക് സഹായകരമായ നിലയിലേക്ക് ആവശ്യമായിട്ടുള്ള തെളിവുകളും പ്രതിയുടെ തന്നെ കുറ്റസമ്മതവും ഉണ്ടായിരുന്നിട്ട് പോലും ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതെ വന്നതുകൊണ്ട് പ്രതിയെ സഹായിക്കുന്നതിനു വേണ്ടി, പ്രതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് അട്ടിമറിക്കാൻ കേരളത്തിലെ പോലീസ് തയ്യാറായത് അങ്ങേയറ്റത്തെ അപമാനമുണ്ടാക്കിയ ഒരു സംഭവമാണ്. പോലീസിന്റെ നിരുത്തരവാദപരമായ നിലപാടുകൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണ് പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ ഇതിനു മുമ്പ് ഈ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അട്ടപ്പാടിയിലെ വാളയാറിലെ 2 പെൺകുട്ടികൾ ക്രൂരമായി പീഡിക്കപ്പെട്ടതിനെ തുടർന്ന് ആ കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവം, അതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വന്നത് കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, മരണമൊഴിയുടെ അടിസ്ഥാനത്തിൽ, എഴുതി വെച്ച കത്തുകളുടെ അടിസ്ഥാനത്തിൽ നാട്ടിലെ അറിയപ്പെടുന്ന CPMന്റെ നേതാക്കൾ പ്രതികളായി മാറിയപ്പോ ആ കേസും അട്ടിമറിക്കപ്പെട്ടത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്.